വാട്ടർ പ്രൂഫ് പുട്ടി വെള്ളവും തമ്മിൽ മിക്സ് ആവുന്നില്ല. സാധാരണ പുട്ടി വെള്ളവുമായി മിക്സായി തുടങ്ങി. ഹലോ, നമസ്കാരം. സാധാരണ പുട്ടിയും വാട്ടർ പ്രൂഫ് പുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും വിലയിലുള്ള ചെറിയൊരു മാറ്റം കൊണ്ട് എല്ലാ ആളുകളും വാട്ടർ പ്രൂഫ് പുട്ടി മാറ്റി നിർത്തി സാധാരണ പുട്ടിയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തു വന്നിരുന്നത്. ഇന്ന് ആളുകൾക്ക് വാട്ടർ പ്രൂഫ് പുട്ടിയെ പറ്റി ചെറിയ ധാരണകളൊക്കെ വന്നു വാട്ടർ പ്രൂഫ് പുട്ടിയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 700 രൂപയ്ക്കും 800 രൂപയ്ക്കും ഇടയിൽ സാധാരണ പുട്ടി ലഭിക്കുമ്പോൾ 1200 രൂപ 1500 രൂപ റേഞ്ചിൽ എന്തിനു വേണ്ടിയാണ് വാട്ടർ പ്രൂഫ് പുട്ടി വാങ്ങുന്നത് എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താം. എൻ്റെ കയ്യിൽ 2 പുട്ടികളുണ്ട്. ഒന്ന് വാട്ടർ പ്രൂഫ് പുട്ടിയാണ്, ഒന്ന് സാധാരണ പുട്ടിയാണ്. ഇതിൽ ഏതാണ് വാട്ടർ പ്രൂഫ് പുട്ടിയെന്നോ ഏതാണ് സാധാരണ പുട്ടിയെന്നോ ഇപ്പോൾ എനിക്കറിയില്ല. ഒന്ന് സാധാരണ പുട്ടിയാണ്, ഒന്ന് വാട്ടർ പ്രൂഫ് പുട്ടിയാണ്. 2 പുട്ടി നമുക്ക് അല്പം എടുക്കാം. 2 പുട്ടികൾ ഒരു പുട്ടി നമുക്ക് എടുക്കാം അല്പം. അതുപോലെ തന്നെ മറ്റൊരു പുട്ടി ഏതാണ് വാട്ടർ പ്രൂഫ് പുട്ടി ഏതാണ് സാധാരണ പുട്ടി എന്ന് കൃത്യമായിട്ട് എനിക്കിപ്പോൾ അറിയില്ല. ഈ തരി നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ഒന്നും മനസ്സിലാവുന്നില്ല. ഏകദേശം ടച്ച് ഫീലിൽ രണ്ടും ഒരുപോലെ തന്നെയാണ് തോന്നുന്നത്. രണ്ട് പുട്ടിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കാനുള്ള അളവ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അളവ് എഴുതിയിട്ടില്ല, അളവിന് സ്റ്റിക്കർ ഉണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം കാര്യങ്ങൾ ധാരണ ആയിട്ടുണ്ടാവും. ഇതാണ് വാട്ടർ പ്രൂഫ് പുട്ടി, ഇതാണ് സാധാരണ പുട്ടി. എത്ര സമയം കൊണ്ടാണ് ഈ വെള്ളം പുട്ടിയുമായി മിക്സ് ആവുക അല്ലെങ്കിൽ പുട്ടി വെള്ളത്തിൽ ലയിക്കുന്നത് നമുക്ക് നോക്കാം. വാട്ടർ പ്രൂഫ് പുട്ടി വെള്ളവും തമ്മിൽ മിക്സ് ആവുന്നില്ല. പുട്ടി വേറെയും വെള്ളം വേറെയും തന്നെയാണുള്ളത്. സാധാരണ പുട്ടി വെള്ളവുമായി മിക്സായി തുടങ്ങി. നമുക്ക് രണ്ടും ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. ഇപ്പോഴും വാട്ടർ പ്രൂഫ് പുട്ടി വെള്ളവുമായി മിക്സ് ആയിട്ടില്ല. അത് വെള്ളത്തിൽ നിന്ന് വേറിട്ട് തന്നെയാണ് നിലവിലുള്ളത്. സാധാരണ പുട്ടി വെള്ളവുമായി മിക്സായി അടിയിൽ കുറച്ച് സെറ്റിലായി നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള പുട്ടികളൊക്കെ വെള്ളവുമായി മിക്സ് ആയിട്ട് പാല് രൂപത്തിലായിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് പുട്ടിയും സാധാരണ പുട്ടിയും നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് എന്താണ് ഇതിൻ്റെ നിലവിലെ അവസ്ഥ എന്ന് നോക്കാം. പൊടി പറഞ്ഞാണ് ഇപ്പോഴും ഇന്ന് പൊടി പാറുന്നുണ്ട്, കാരണം പുട്ടി പരസ്പരം മിക്സ് ആയിട്ടില്ല. ഇതാണ് മുണ്ടുണ്ടോ ഇല്ലല്ലോ, ഇതാണ് വാട്ടർ പ്രൂഫ് പുട്ടി. ഒരു തുള്ളി നനഞ്ഞിട്ടില്ല. ഇതാണ് സാധാരണ പുട്ടി, അല്ലെങ്കിൽ ഇതാണ് സാധാരണ പുട്ടി. അപ്പോൾ സാധാരണ പുട്ടിയും വാട്ടർ പ്രൂഫ് പുട്ടിയും തമ്മിലുള്ള വ്യത്യാസം വിഷ്വലി നമ്മൾ
ഒരു ഒരു പ്രൊഫഷണൽ പെയിന്റർ അല്ലാത്ത രീതിയിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം വാട്ടർ പ്രൂഫ് പുട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടും മിക്സ് ചെയ്തിട്ടില്ല, നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അതിന് ശേഷം ഷെയ്ക്ക് ചെയ്ത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു. പക്ഷെ ഇതാണ് അവസ്ഥ, വെള്ളം ഉണ്ട് അതിൽ. പക്ഷെ നമ്മളെ നല്ല വാട്ടർ റിപ്പല്ലൻസ് കപ്പാസിറ്റി ഉള്ളതാണ്. സാധാരണ കുട്ടിയിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ്? ഈ ഒരു വാട്ടർ റിപ്പല്ലൻസ് മാത്രമല്ല, വാട്ടർ പ്രൂഫ് പുട്ടിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, സാധാരണ പുട്ടിയാണെങ്കിൽ നമുക്ക് 1 കിലോ കൊണ്ട് 7-8 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് കവർ ചെയ്യാൻ പറ്റുന്നത്. വാട്ടർ പ്രൂഫ് പുട്ടിയാകുമ്പോൾ നമുക്ക് 13-14 സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കവറേജ് കൊണ്ട് വാട്ടർ പ്രൂഫ് പുട്ടിയാണ് മുന്നിൽ. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമുക്ക് പുട്ടി ഇടുന്ന സമയത്ത് നല്ല സിമ്പിളായിട്ട് ഈ ഒരു വാട്ടർ പ്രൂഫ് പുട്ടിയുടെ ആപ്ലിക്കേഷൻ നടക്കും. അതുപോലെ തന്നെ പേപ്പറിങ്, ഒരു പെയിന്റ് ഇൻഡസ്ട്രിയിൽ പെയിന്റിങ് മേഖലയിൽ ഒരു പെയിന്റർ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട്, ഏറ്റവും പ്രയാസപ്പെട്ടൊരു വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിങ് വർക്കാണ്. സീലിംഗ് ഒക്കെ പേപ്പർ ചെയ്യുന്ന സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വാട്ടർ പ്രൂഫ് പുട്ടിയാണെങ്കിൽ നമുക്ക് പേപ്പറിങ് വളരെ എളുപ്പമായിരിക്കും. സാധാരണ പുട്ടി നമ്മൾ 150 അല്ലെങ്കിൽ 180 പേപ്പറും കൊണ്ട് പേപ്പർ ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് പുട്ടിയാണെങ്കിൽ നമുക്ക് ഒരു 320-ൻ്റെയോ 400-ൻ്റെ പേപ്പർ മാത്രമേ ആവശ്യമുള്ളൂ. മാത്രമല്ല ഒരു വാട്ടർ റിപ്പല്ലൻസ് കപ്പാസിറ്റി കൂടെ ഈ ഒരു വാട്ടർ പ്രൂഫ് പുട്ടിക്ക് വരുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഈ സാധനം മിക്സ് ആവില്ല എന്ന് മാത്രമാണ്. നമ്മൾ മെഷീനിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പം വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ സാധാരണ പുട്ടിയിൽ നോക്കുകയാണെങ്കിൽ ചെറിയ നൈസ് തരി, വളരെ നൈസായിട്ടുള്ള തരി കാണാം. ഇത് അതിനേക്കാൾ ഒന്നുകൂടി ഫൈനാണ്. അതുകൊണ്ട് തന്നെ ഫിനിഷിങ്ങും ഈ ഒരു വാട്ടർ പ്രൂഫ് പുട്ടിക്ക് സാധാരണ പുട്ടിയെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഒരു 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്ടിലേക്ക് ഒരു 11 ചാക്കാണ് സാധാരണ പുട്ടി ആവശ്യപ്പെടുന്നതെങ്കിൽ അവിടെ വാട്ടർ പ്രൂഫ് പുട്ടി ആവുന്ന സമയത്ത് നമുക്കൊരു 7 ചാക്ക് കൊണ്ട് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ വാട്ടർ പ്രൂഫ് പുട്ടിയും സാധാരണ പുട്ടിയും നമ്മൾ വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. സാധാരണ പുട്ടി ആവുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കവറേജ് നമുക്ക് വാട്ടർ പ്രൂഫ് പുട്ടി ആവുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മൾ വീടിന്റെ മൊത്തം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്ടർ പ്രൂഫ് പുട്ടി ആകുമ്പോൾ ലേബറിൽ നമുക്ക് മെച്ചം ലഭിക്കുന്നത്, അതേപോലെ കവറേജും കൂടുതൽ ലഭിക്കും. അങ്ങനെ മൊത്തം നമ്മൾ കണക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് ലേബർ ആൻഡ് മെറ്റീരിയൽ നോക്കുന്ന സമയത്ത് വാട്ടർ പ്രൂഫ് പുട്ടി ആകുമ്പോൾ നമ്മുടെ വീടിന് സാധാരണ പുട്ടിയെ അപേക്ഷിച്ച് ഒരു സംരക്ഷണം കൂടുതൽ ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് ലാഭിക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും നല്ല ഫിനിഷിങ് നമ്മുടെ ചുമരിൽ ഈ ഒരു വാട്ടർ പ്രൂഫ് പുട്ടി തരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കുക, സംശയത്തിന് കൃത്യമായിട്ടുള്ള മറുപടി തരാം. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഇല്ല ഞാൻ പോയിട്ടില്ല. ആ വാട്ടർ പ്രൂഫ് പുട്ടി നമുക്ക് തിരിച്ച് ഈ കുപ്പിയിലേക്ക് തന്നെ മാറ്റാം. എത്ര സമയം കൊണ്ട് ഈ വാട്ടർ പ്രൂഫ് പുട്ടി വെള്ളവുമായി മിക്സ് ആവും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മിക്സ് ആവുമോ എന്നുള്ള കാര്യം ഒന്ന് പരീക്ഷ നോക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഡേറ്റ് സമയം എല്ലാം എഴുതിയിട്ട് എടുത്തു വെക്കാൻ പോവാണ്. 2025 ഏപ്രിൽ 18 വൈകുന്നേരം 5:10. ഈ സമയത്ത് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറോളമായി ഇത് വെള്ളത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെക്കാണ്. ഇനി എപ്പോഴാണ് ഇത് ഡെയിലി ചെക്ക് ചെയ്തിട്ട് വെള്ളവും ഈ പുട്ടിയും തമ്മിൽ മെൽറ്റായി ഈ പുട്ടി വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ശരിക്കും പോകണം.